ആലപ്പുഴ ചേർത്തലയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ചു തെറിപ്പിച്ചു. ഗുരുതര പരിക്കേറ്റ അധ്യാപികയായ കുത്തിയതോട് സ്വദേശിനി രമ്യയെ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിന് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ദൃശ്യങ്ങളിലേക്ക്. വിവരങ്ങളുമായി അശ്വിൻ പാലാടിയാണ് ഇപ്പോൾ ചേരുന്നത്. അശ്വിൻ, ഇത് എപ്പോഴായിരുന്നു സംഭവം? എങ്ങനെയുണ്ട് അധ്യാപികയുടെ ആരോഗ്യനില? വിവരങ്ങൾ അശ്വിൻ. ഉന്മേഷ്, ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ആലപ്പുഴ കുറുപ്പൻകുളങ്ങര ശ്രീശങ്കര സ്കൂളിലെ മലയാളം അധ്യാപികയാണ് രമ്യ. സ്കൂളിലെ ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് ഇരുചക്ര വാഹനത്തിൽ മടങ്ങും വഴിയാണ് ഈ ഒരു ചേർത്തലയിലെ ഒരു ജംഗ്ഷനിൽ വെച്ച് കുത്തിയതോട് ജംഗ്ഷനിൽ വെച്ച് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. റോഡ് മുറിച്ച് അതീവ ശ്രദ്ധയോടുകൂടി തന്നെയാണ് രമ്യ ഈ സ്കൂട്ടറിൽ റോഡ് മുറിച്ചു കടക്കുന്നത്. ഇരുവശത്തൊന്നും വാഹനങ്ങളില്ല എന്ന് ഉറപ്പിച്ച ശേഷമാണ്. പക്ഷേ അമിത വേഗത്തിലെത്തിയ വാഹനം വേഗത്തിൽ തന്നെ രമ്യയുടെ സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ രമ്യ സ്കൂട്ടറിൽ നിന്ന് തെറിച്ചുപോയി സമീപത്തുള്ള ഒരു പോസ്റ്റിന് കീഴിലേക്കാണ് വീഴുന്നത്. ഭാഗ്യം കൊണ്ട് രമ്യയുടെ തല പോസ്റ്റ് ഇടിച്ചില്ല. എന്തായാലും അതീവ ഗുരുതര പരിക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ തീവ്ര പരിചരണ വിഭാഗത്തിലെ ചികിത്സയൊക്കെ കഴിഞ്ഞ് ആരോഗ്യനില അപകടനില തരണം ചെയ്തു എന്നുള്ളതാണ് ഡോക്ടേഴ്സ് അറിയിക്കുന്നത്. എന്തായാലും ഈ കാറ് ഓടിച്ച ആളെ അടക്കം നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ സാരമായ പരിക്കുകൾ ഈ കാർ ഓടിച്ച ആൾക്കും ഉണ്ട്. ഈ അമിത വേഗം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നിലവിൽ ഈ കാറിൽ ഉണ്ടായിരുന്നവർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ഈ രമ്യ പെട്ടെന്ന് റോഡ് മുറിച്ച് കടക്കുന്നത് കണ്ടില്ല എന്നും ഇവർ മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും കാറിന്റെ വേഗത അമിതമായിരുന്നുവെന്ന് പോലീസും വ്യക്തമാക്കുന്നുണ്ട്. അമിത വേഗത്തിലെത്തിയ കാറാണ് അധ്യാപികയെ ഇടിച്ച് തെറിപ്പിച്ചത്. ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.